ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ലൊരു ബീഫ് കിട്ടിയിട്ടുണ്ട്. പോത്തിറച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ നാടൻ പോത്തുകറി നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളിത് അരിയാതാണ് വാങ്ങിച്ചിരിക്കുന്നത്. അരിയാതെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. അതേപോലെ ഒരുപാട് ചവോ അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റോ ഇല്ലാത്തതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും ഒരു മോട്ടിവേഷൻ ആവുന്നത്. അപ്പോൾ നല്ല നല്ല കുക്കിംഗ് വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും ഒരുപാട് കാണാം. അപ്പോൾ നമുക്കിന്ന് എന്തായാലും നമ്മുടെ ബീഫ് റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. നല്ല അടിപൊളി ബീഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമുക്ക് കട്ടിംഗ് ബോർഡൊന്നും ഇവിടെ ഇല്ല, കാരണം ഇതെൻ്റെ സ്ഥലം അല്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കട്ടിംഗ് ബോർഡൊന്നും അല്ല, എൻ്റെ പിച്ചാത്തിയും അല്ല, അല്ലെങ്കിൽ എൻ്റെ നൈഫും അല്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ ആൾ ചോദിച്ചു ഒരു ബീഫ് കറി വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ നമുക്ക് പരിമിതമായ സൗകര്യങ്ങളിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്കിങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ നല്ലൊരു പാചകക്കാരനെ സംബന്ധിച്ചിട്ട് പരിമിതികൾ എത്ര, അല്ലെങ്കിൽ നമുക്ക് എത്ര സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, നമുക്കുള്ള റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുമ്പോഴാണ് അതിനൊരു അതായത് സൗന്ദര്യം അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാര്യം. നല്ല ബീഫാണ് കിട്ടിയത്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല നാടൻ ബീഫ് കറി. പിന്നെ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്. പലരും ഈ വെട്ടി വാങ്ങിക്കുന്നതിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. ഇതാണ്ട് ഈ കാണുന്ന ഈ ചവുണ്ടല്ലോ, വേസ്റ്റ്, ഇത് നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റണം. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ വേസ്റ്റാണ്. ഇതൊക്കെ എടുത്ത് കളയാൻ സൗകര്യത്തിന് നമുക്ക് എപ്പോഴും ഇങ്ങനെ അരിഞ്ഞത് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ലത് എപ്പോഴും ഇങ്ങനെ ഇതിങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയുമ്പോൾ നമുക്ക് ആ ചവ് വരത്തില്ല. ചവ് വരാതെ തന്നെ നമുക്ക് കിട്ടും. അതൊക്കെയാണ് നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഓൾവേസ് പറയുന്നത് പോലെ ഏതൊരു മീറ്റിൻ്റെയും എസൻസ് നമുക്ക് എടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ജ്യൂസ് കിട്ടുന്നത് നമുക്ക് വേണ്ട ഈ ബോണിൽ നിന്നാണ്. ഞാനിത് വാരിയൽ തന്നെയാണ് എടുത്തേക്കുന്നത്, ആ പോത്തിൻ്റെ നല്ല വാരിയൽ. ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. കാരണം ആ ഒരു പോത്തിൻ്റെ വാരിയലും കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബീഫിനായാലും ഏത് മീറ്റിനായാലും, അത് റെഡ് മീറ്റാണ് ഞാൻ പറയുന്നത്, ചിക്കൻ ആണെങ്കിലും ബോൺ ഇട്ട് കഴിഞ്ഞാൽ എന്നാ ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഏത് കറിക്കും നമുക്ക് എന്താ ചെയ്യുക, ഈ ബോൺ ഇടുക എന്നുള്ളത് മസ്റ്റാണ്. വാഷ് ചെയ്തെടുക്കുക. മുളക് പൊടി കാശ്മീരിയാണ്. കാശ്മീരിയും പാണ്ടിമുളകും കൂടെ, അല്ലെങ്കിൽ പിരിയനും പാണ്ടിയും കൂടെ പൊടിച്ചത്. ഇവിടെ ഒരു കാശ്മീരിയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കണ്ട് നമ്മുടെ ഇറച്ചിക്കറിക്കകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് രണ്ട് കൊട്ടത്തേങ്ങ. എന്നോടുള്ള ദേഷ്യമൊന്നും അതിൽ തീർക്കണ്ട.
കൊട്ടത്തേങ്ങ ഫോർ ബീഫ് കറി. അപ്പോൾ നമ്മുടെ ദേശി ബീഫ് നമ്മൾ കുക്കറിലേക്കിട്ട് ഒരു 4 വിസിൽസ് അത് മതി. ബീഫിന് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഒരിക്കലും കുക്കറല്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? മല്ലയ്യ ബീഫ് ഇട്ടു. ഇതിലേക്ക് അത്യാവശ്യം ഒരു 1/2 കപ്പ് വെള്ളം മതി. ബാക്കി എല്ലാം ബീഫിൽ നിന്ന് ഇറങ്ങിക്കോളും. അത്രേ ഉള്ളൂ. അതെവിടെ അതെ ഇതും കൂടെ ഒന്ന് ചെയ്ത് തരണം. ഒണിയൻ നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ കട്ട് ചെയ്യുക. അതാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അത് കുക്കായി കിട്ടും. ഇല്ല പിന്നെ ഒരുപാട് വലിയ പീസുകളാണെങ്കിൽ എല്ലാം അൺഈവനായിട്ട് കിടക്കും. സോ നമുക്ക് എപ്പോഴും ഈ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുക. നമുക്ക് ടോട്ടൽ വേണ്ടുന്നത് 5 സവാളയാണ്. 1 കിലോ ബീഫിന് ഞാൻ എടുക്കുന്നത് 5 സവാളയാണ്. ഇത് എല്ലും കൂടെ ചേർത്ത് 1.5 കിലോ ഉണ്ട് എങ്കിൽ 5 സവാള മതി. ഏകദേശം ഒരു 1/2 കിലോ സവാള. പിന്നെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊച്ചുള്ളി ചേർക്കുന്നില്ല. കൊച്ചുള്ളി ചേർത്താലാണ് അതിൻ്റെ ടേസ്റ്റ്. ഈ പിന്നെ പിച്ചാത്തി അല്ലെങ്കിൽ നൈഫ് നല്ലതല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇതിനേക്കാട്ടിലും ഭേദം നമ്മൾ പിന്നെ എന്താ പറയുന്നത് മിക്സിയിലിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പക്ഷേ എനിക്കെപ്പോഴും പേസ്റ്റിനെക്കാട്ടിലും എനിക്കെപ്പോഴും താല്പര്യം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതാ വെളിച്ചെണ്ണയിലേക്ക് മൂത്ത് വരുമ്പോൾ അതിനകത്ത് ഒരു ഫ്ലേവർ ഇറങ്ങും. ആ ഒരു ഫ്ലേവറും നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇടുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബീഫ് ഒരു 4 വിസിൽസാണ്. ഇതാ ഓക്കെ, ബീഫിൻ്റെ സ്റ്റോക്കും അതേപോലെ നമ്മുടെ ഇറച്ചിയും വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ബീഫ് അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി മസാലയൊക്കെ ചേർക്കാൻ വേണ്ടിയുള്ള ഇത് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കാരണം ഇവിടെ നമുക്ക് വേറൊരു പാത്രം ഇല്ല. അപ്പോൾ പാത്രം ഇല്ലാത്തത് കൊണ്ട് എനിക്കിത് കുക്കറിൽ തന്നെ സോട്ട് ചെയ്തെടുക്കേണ്ടി വരും. നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കോക്കനട്ട് ഓയിൽ ഞാൻ അത്യാവശ്യം ഒരല്പം നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഇതാണ്ട് ഈ വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അല്ല നമ്മുടെ കൊട്ടത്തേങ്ങ അരിഞ്ഞത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഇച്ചിരി ഗാർലിക് ക്ലോസും വന്നു ക്ഷമിക്കുക. നല്ലോണം ചൂട് പിന്നെ ഇതിനകത്തേക്ക് വന്നെങ്കിൽ മാത്രമേ ഇത് ഫ്രൈ ആയിട്ട് വരത്തുള്ളൂ. ആ ഒരു ബ്രൗണിഷ് കളർ ആവുന്ന സമയത്ത് നമ്മളിത് പിന്നെ തീ കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ കോരി എടുക്കേണ്ടതാണ്.
പിന്നെ നമ്മുടെ തേങ്ങ വറുത്ത് നല്ലോണം വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് വേവിച്ചതിനകത്ത് തന്നെ ഇടുക. പിന്നെ നമ്മുടെ കയ്യിൽ വേറെ പാത്രമില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ അത് വറുത്തെടുത്തത് അതിനകത്തേക്ക് വെച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലൊരു ജീരകം ഇട്ട് കൊടുത്തു. അതിലേക്ക് ഞാൻ നമ്മുടെ മിൻസ്ഡ് ഗാർലിക്കും അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ പച്ചമണം മാറണം. അതേപോലെ നല്ലോണം ഒന്ന് ബ്രൗണിഷ് കളറാവണം. നമ്മുടെ ഗാർലിക്കും ഇഞ്ചിയും കൂടെ നല്ലോണം ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നെ കൊച്ചുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു സവാള കൂടുതലാണ് എടുത്തേക്കുന്നത്. അതാണ് 5 സവാള എടുത്തത്. മധുരിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ചിലർ പറയും സവാള കൂടുതലിട്ടാൽ മധുരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. പക്ഷേ അതൊക്കെ ചിലരുടെ നിത്യാധാരണകളാണ്. കറക്റ്റ് മസാല, അതിൻ്റെ വേവ് ഇതൊക്കെ കറക്റ്റ് ആകുമ്പോൾ സവാള കൂടുതലുള്ളതാണ് എപ്പോഴും അതിൻ്റെ ടേസ്റ്റ്. കണ്ട് നമുക്ക് സവാള താണ്ട് ഈ ഒരു പരുവമായി കഴിയുമ്പോൾ നമ്മുടെ തീ കുറച്ചിട്ട് കൊടുക്കണം. സിമ്മറിൽ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ടത് സ്ലോ ആയിട്ടത് വഴണ്ട് വരണം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം കുറച്ചേ ഞാൻ ഉപ്പിടുന്നുള്ളൂ. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ കറി ഉണ്ടാക്കിയതിന് ശേഷവും നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. കറി ഉണ്ടാക്കിയതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ടേസ്റ്റിന് വലിയ വ്യത്യാസമില്ല. അതുമല്ല, നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞ്, അതായത് ഉപ്പിച്ചിരി കുറവാണെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുമല്ലോ, അന്നേരം കറിക്ക് വീണ്ടും ടേസ്റ്റ് കൂടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയാൽ. ഉപ്പ് ഞാൻ വേണ്ട 1 ടേബിൾ സ്പൂൺ, 1.5 ടേബിൾ സ്പൂണ്. പിന്നെ കാശ്മീരിയും ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കുക. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നിങ്ങൾ കേൾക്കുമ്പം ചിലപ്പം സീവീഡിൻ്റെ ഒക്കെ ഇതുണ്ട്. നമ്മുടെ മൈക്ക് കേടായിരുന്നു, അത് ഇനി നമുക്ക് വരണം. അപ്പോൾ എന്തായാലും 10-ാം തീയതിക്ക് ശേഷമുള്ള വീഡിയോയ്ക്കൊക്കെ നമുക്കിനിയും നല്ല മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഏവരും എന്നോട് ദയവായിട്ട് ക്ഷമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ സവാള നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സവാളയ്ക്കകത്തേക്ക് നമ്മൾ നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കുന്നു. നല്ലോണം ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ ബീഫ് സ്റ്റോക്ക് ചൂട് നമ്മുടെ ബീഫ് സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുക. വിസിൽ വന്ന ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാനിനിയും ഇത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കും. നമ്മുടെ ഗരം മസാല ഈ ഐസ്ക്രീം തപ്പയ്ക്കകത്ത് ഇരിപ്പുണ്ട്. അത് 1 സ്പൂൺ ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്നുകൂടെ ഇളക്കിയിട്ട്
നമ്മൾ അടയ്ക്കുന്നു. ടൈറ്റായി. ഇനി നമുക്കിതൊരു 2 വിസിൽ, അത് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റ്സ് നമ്മൾ മൂടി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കത്തുള്ളൂ. അന്നേരത്തേക്ക് നമ്മുടെ ബീഫ് കറി റെഡിയാവും. അത് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ ഇത് അടപ്പ് തുറക്കുമല്ലോ. അന്നേരം വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ കത്തിച്ചിട്ട് നമുക്കതൊന്നുകൂടെ തിക്കാക്കിയെടുക്കാം. 2 വിസിൽ ഇവിടെ അടിച്ചിരിക്കുന്നു. ഇനി നമ്മളിത് ഓഫ് ചെയ്യുവാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ അത് കറക്റ്റ് ലെവലാവും. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് കറിയും റെഡിയാവും. ഇതൊരു നോർമൽ ബീഫ് കറിയാണ്. ഓക്കെ, എവറി ഡേ ലൈഫിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ബീഫ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി, ലേസി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിതിപ്പം എല്ലാം അരിഞ്ഞ് പറക്കി എല്ലാം വെക്കുകയാണെങ്കിൽ 15 മിനിറ്റ്സ് മതി. 15 to 20 മിനിറ്റ്സ് എല്ലാം അരിഞ്ഞ് പറക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് 15 to 20 മിനിറ്റ്സ് മതി. പക്ഷേ ഇതെല്ലാം അന്നേരം അരിയാൻ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂറായാലും തീരുവില്ല. സോ ദ ടോട്ടൽ കുക്കിംഗ് ടൈം ഈസ് 20 മിനിറ്റ്സ്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇന്ന് വളരെ ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിലാണ് ഉണ്ടാക്കേണ്ടി വന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാം നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ലേസി റെസിപ്പിയാണ്. ഞാനിത് കൂടുതലും സജസ്റ്റ് ചെയ്യത്തുമില്ല. കാരണം ദിസ് ഈസ് എ ലേസി റെസിപ്പി. അത്രയ്ക്കും രുചി നമുക്ക് വരത്തുമില്ല. നമുക്ക് നല്ല രുചിയുള്ള ബീഫ് കറി ഇനിയും, നമുക്ക് നല്ല സ്ലോ കുക്ക് ചെയ്യുന്ന ബീഫ് കറി ഇനിയും വരും. അപ്പം നമുക്ക് അതുവരേക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റും സബ്സ്ക്രിപ്ഷനുമാണ് നമ്മുടെ മോട്ടിവേഷൻ, നമ്മുടെ ഒരു ഫയർ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സൈനിങ് ഓഫ്, ഡാൻ.